എൻ്റെ പേര് എബിൻ, ഇതെൻ്റെ വൈഫ് നീനു. 2022 സെപ്റ്റംബർ മാസമാണ് ഞങ്ങളിവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത്. ശരിക്കും ഞാനിതിലൊരു വിശ്വാസമുള്ള ഒരാളായിരുന്നില്ല. ഇവളിങ്ങനെ നേരത്തെ തൊട്ട് എന്നോട് പറയുമായിരുന്നു ഇതുപോലെ ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കതിൽ ഒരു വിശ്വാസമില്ലായിരുന്നു. ഞാൻ പറയുമായിരുന്നു വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതെല്ലാവരും എന്നോട്, എൻ്റെ പെങ്ങളും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുമായിരുന്നു വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, മാതാവിനോട് അങ്ങനെ പോയി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല എന്ന് ഞാനും പറയുമായിരുന്നു. ഞാൻ സിവിൽ കഴിഞ്ഞിട്ട് നാട്ടിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ളൊരു ജോലിയും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് ഞങ്ങൾ UK പോകാൻ വേണ്ടി ഞങ്ങൾ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തൊരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളുടെ പേപ്പർ വർക്കുകളെല്ലാം ഇതായിട്ട് പോകാൻ തുടങ്ങി, വലിയ ഫാസ്റ്റായിട്ട് തന്നെ പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് രണ്ടാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവളുടെ ഒരു പേപ്പറിന് ഡിലേ വന്നു. ഞങ്ങൾ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ പേപ്പർ ബ്ലസ് ചെയ്തൊരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് കഴിഞ്ഞൊരു 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ പേപ്പറും വരാനുള്ള ക്യാഷ് ലെറ്റർ വന്നു. ആദ്യം വൈഫാണ് പോയത്, അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവക്ക് ഒരു അക്കോമഡേഷൻ കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ 1 മാസം കഴിഞ്ഞ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് ശരിക്ക് ഞങ്ങളെ കൈവെള്ളയിൽ ഞങ്ങളെ കൊണ്ടുപോകുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അവിടെ ചെല്ലുന്നവർക്കറിയാം, ഇപ്പോൾ UK ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ലാംഗ്വേജിൻ്റെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു ചെന്ന സമയത്ത്. ഞാനവിടെ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ വീടിനടുത്ത് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം 1-2 സ്ഥലത്ത് ഞാൻ പോയി അപ്ലൈ ചെയ്ത് ഒരിടത്ത് തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. സാധാരണ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് അവരെ അറിയിക്കാമെന്നാണ് പറയുന്നത്. അപ്പം തന്നെ അവരെനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ സമയം തന്നെ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് കിട്ടി, അവിടെ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ ശരിക്കും സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല കടവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇവള് വൈഫും ഞാൻ ഡിപ്പെൻഡൻ്റുമായിട്ടാണ് പോയത്. അപ്പോൾ ശരിക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നവരാണെങ്കിൽ തന്നെ അവിടെ ഒരു വിസയ്ക്കാണല്ലോ പോകുന്നത്. അപ്പം ഞാനവിടെ കയറി കഴിഞ്ഞൊരു 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവരോട് വിസയുടെ കാര്യം ചോദിച്ചു, വിസ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് വിസ എന്താണെന്ന് പോലും അറിയത്തില്ല, അവർക്ക് സ്പോൺസർഷിപ്പിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓർത്തൊരു 6 മാസം കഴിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും നോക്കാം, കാരണം ഇത്രയും കടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു വിസയ്ക്കാണല്ലോ വന്നത്. അപ്പം 6 മാസം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് അവർ ഞങ്ങളോട് ചോദിച്ചത് എങ്ങനെയാണ് ഈ വിസ അപ്ലൈ ചെയ്യുന്നതെന്ന്. ഞങ്ങളെ എന്താണെന്ന് അറിയത്തില്ല, വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഓർത്തു. ഇങ്ങോട്ട് ചോദിച്ചു. അതിന് മുന്നേ എനിക്ക് ഞങ്ങളുടെ കൃപാസനത്തിലെ എല്ലാം വെഞ്ചരിച്ച ഉപ്പും തൈലവും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും, ഞാൻ ജോലിക്ക് പോകുന്ന എല്ലാ ദിവസവും ഞങ്ങളവിടെ പോകുമ്പം എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ പ്രതിഷേധന പ്രാർത്ഥന അതിൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കും. പിന്നെ ഒരു ദിവസം ഇവളെൻ്റെ ഉപ്പ് വന്നിട്ട് പറഞ്ഞു അത് അവിടെ കൊണ്ട് വെക്കാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ അത് മാനേജറിൻ്റെ ഓഫീസിൻ്റെ തൊട്ട് മുന്നിൽ കൊണ്ട് വെച്ചു. ഒരു ദിവസം വെഞ്ചരിച്ച ഉപ്പ് കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ജോലിക്കിടയിൽ ഇവരെന്നെ ഓഫീസറോട് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ അവർക്ക് കിട്ടിയ ലൈസൻസിൻ്റെ അകത്ത് പുറത്തുനിന്ന് ഒരാൾക്ക് വിസ കൊടുക്കാൻ പറ്റത്തില്ല എന്നാണ്, അവിടെ ഉള്ളവർക്ക് വിസ കൊടുക്കാം, പുറത്തുനിന്ന് പറ്റത്തില്ല എന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു കിട്ടത്തില്ലായിരിക്കും, വേറെ എവിടെയെങ്കിലും നോക്കണമായിരിക്കും എന്ന് ഓർത്ത് ഞങ്ങൾ പല ഏജൻസിയായിട്ട് പൈസ കൊടുത്ത് തന്നെ വിസ എടുക്കാമെന്നുള്ള രീതിയിൽ ഓർത്തിട്ട് അങ്ങനെ ഞങ്ങൾ കുറേ നോക്കി. പൈസ 10-15-20 ലക്ഷം രൂപയ്ക്ക് അവർ ചോദിക്കുന്നത്. അങ്ങനെ ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞ് ഞങ്ങൾ ഇതുപോലെ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇവർ പറഞ്ഞു, ശരിക്കും ഞാൻ മാത്രമേ ഇവിടെ മലയാളി ഉണ്ടായിരുന്നു, ഇവർക്ക് വിസ എന്താണെന്ന് പോലും അറിയത്തില്ല. ഇവർ പറഞ്ഞു ഇവർക്ക് വിസ കിട്ടിയിട്ടുണ്ട്, അതിൽ ഒരാൾക്ക് മാത്രം കൊടുക്കാമെന്നുള്ള രീതിയിലാണ് അവർക്ക് ലൈസൻസ് കിട്ടിയത്, ഒരാൾക്ക് വിസ കൊടുക്കാമെന്നുള്ള രീതിയിലാണ്, അത് നിങ്ങൾക്ക് ഞങ്ങൾ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിസ അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് ആദ്യം 1 വർഷത്തെ, അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് 1 വർഷത്തെ വിസയാണ് അവർ ശരിക്കും ചെയ്തത്. ഞങ്ങളത് എഡിറ്റ് ചെയ്ത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് 3 വർഷത്തെ വിസയാക്കി കിട്ടി. അതുപോലെ സ്റ്റുഡൻറ്റ് വിസ ആയിരുന്നു, ഇവളിപ്പോൾ ഡിപ്പെൻഡൻ്റ് വിസയിലോട്ട് മാറി, എനിക്കിവിടെ വർക്ക് വിസയായി. അങ്ങനെ ദൈവം ഒത്തിരി ഞങ്ങളെ അവിടെ അനുഗ്രഹിച്ചു. പിന്നെ അവിടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഞാനിവിടെ പള്ളിയിൽ കൊയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നാൾ, പള്ളിയിൽ പാട്ടൊക്കെ അത്യാവശ്യം ഒക്കെ പാടി നിന്നാൾ. അന്നേരം അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞായറാഴ്ച പള്ളിയിൽ പോകാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, പള്ളി പോകാതിരുന്നപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞായറാഴ്ച ഒരു ദിവസം ഞാൻ 12 മണിക്കൂർ 6 ദിവസം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ തിങ്കൾ തൊട്ട് ശനി വരെ ജോലി ചെയ്താൽ എനിക്ക് ഞായറാഴ്ച ഒരു ദിവസം ലീവ് തരാമോ എന്ന് ചോദിച്ചപ്പം ആദ്യത്തെ മാനേജർ പുള്ളിയോട് പറഞ്ഞു, അപ്പോൾ ഓൾറെഡി വിസ അപ്ലൈ ചെയ്തേക്ക് വരുന്നു. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ജോലി നോക്കിക്കോ, ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പോൾ ജോലി ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഇവിടെ ജോലിയാണല്ലോ ആവശ്യം, അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ച ഇപ്പോൾ അതുപോലെ ഞങ്ങൾ വീട്ടിലാണെന്ന് പറഞ്ഞാൽ വേറെ അങ്ങനത്തെ ഒരു ഇതിലൊന്നും പോകുന്നില്ല ഞായറാഴ്ച. അപ്പം ഞായറാഴ്ച എന്നാൽ പിന്നെ ജോലിക്ക് പോയേക്കാം എന്നോർത്ത് അങ്ങനെ ഇന്നപ്പോഴാണ് ഒരു
കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ, ഒത്തിരി ഒന്നും പോയില്ല, ഞാൻ ഒരു 2-3 ഷിഫ്റ്റ് ചെയ്തേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തന്നെ ആ മാനേജർ തന്നെ അവിടെ നിന്ന് മാറിപ്പോയി. അവിടുത്തെ അസിസ്റ്റൻ്റ് ആയിരുന്ന ആൾ തന്നെ ഇവിടെ മാനേജർ പോസ്റ്റിലോട്ട് വന്നി. പുള്ളിക്കാരി ആദ്യം എന്നോട് ചോദിച്ചത് എബിന് ഞായറാഴ്ച ഓഫ് വേണ്ടതെന്ന് ചോദിച്ചേ. അപ്പം ഞങ്ങളിപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം UK-ലൊക്കെ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ഒരു കമ്പനിയിൽ ഒരുമിച്ച് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, എബിൻ്റെ വൈഫിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, നിങ്ങൾക്ക് 2 പേർക്ക് ഇവിടെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടെ അവിടെ ഇൻ്റർവ്യൂവിന് വിളിച്ച് ഇവർക്ക് ഇവിടെ ജോലി ചെയ്യുന്നത്. ഞങ്ങളിപ്പം ഒരേ ഷിഫ്റ്റിൽ ഒരേ ദിവസം ഒരുമിച്ച് ഞായറാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ഞങ്ങളവിടെ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ വീടും സാഹചര്യങ്ങളൊക്കെ ഒരു കട്ടിങ്ങിൻ്റെ താഴെ, അപ്പം ചെറുപ്പം തൊട്ടൊരു വീട് വേണം, അല്ലെങ്കിൽ നല്ലൊരു നിരപ്പിലൊരു സ്ഥലം വേണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 10 സെൻറ്റ് സ്ഥലത്തിന് ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്ക് 30 സെൻറ്റ് സ്ഥലം നല്ലൊരു പ്ലോട്ടിൽ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ 10-20 വർഷമായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വെള്ളമൊന്നുമില്ലായിരുന്നു, വേറെ സ്ഥലത്തുനിന്ന് വെള്ളം എടുക്കുന്നതും വെള്ളം ഇതാകുന്നതും. അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ, ഞങ്ങൾ വന്നിട്ടിപ്പോൾ 2 ആഴ്ചയായി. നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കുഴലടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും അവിടെ 1000-ലൊക്കെ താഴണം കുഴൽ കിണർ വെള്ളം കിട്ടണമെങ്കിൽ. ആ ഒരു ഏരിയയാണ്. അവിടെ 175 അടിക്ക് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം വെള്ളം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ 700 വരെ താത്തു. ഞങ്ങൾക്ക് നല്ല വെള്ളമുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഞങ്ങൾ ഓർക്കും. ഇപ്പം ഞങ്ങൾ പുറകോട്ട് നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ദൈവം വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ക്രമീകരിച്ച് തരുന്നുണ്ട് എല്ലാം. മെയിനായിട്ട് ഞങ്ങൾക്ക് ഈ പള്ളിയിൽ പോകാനും അതൊക്കെ പ്രത്യേക ഒരു അനുഗ്രഹമായിട്ട്, കാരണം അവിടെ 6 മാസം ഒരു ഇംഗ്ലീഷ് ചർച്ചിലായിരുന്നു ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. അതൊരു ദിവസം കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്തിങ്ങനെ ഞാൻ ഓർത്തിന് നാട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു മലയാളം കുർബാന കൂടാൻ പറ്റുള്ളൂ, കാരണം അങ്ങനെ ഒരു ഏരിയയിലാണ് ഞങ്ങൾക്ക് വീട് കിട്ടിയത്, കാരണം ഇംഗ്ലീഷുകാർ മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് നടന്നു വരുമ്പം ഒരച്ഛൻ വന്നു, എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു അച്ഛൻ വന്നു, വണ്ടി തുറന്നിറങ്ങി. അപ്പം മലയാളി. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പം അതെനിക്ക് ആദ്യം മനസ്സിലായില്ല. അച്ഛൻ ആലപ്പുഴ, അച്ഛൻ്റെ വീട് ആലപ്പുഴ തന്നെയാണ്. അച്ഛൻ അവിടെ ഒരു ഇടവകയിലിട്ട് വന്നിട്ടൊരു 6 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അച്ഛനവിടെ ഒരു പുതിയൊരു ഇടവകയൊക്കെ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ഇതുപോലെ, ഞാൻ പറഞ്ഞു അച്ഛൻ ഞാനിവിടെ നാട്ടിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്നു, കൊയറിലൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു അടുത്ത ആഴ്ച തൊട്ട് ഞായറാഴ്ച തൊട്ട് പള്ളിയിലോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങളിവിടെ നിന്നൊരു 10-15 മിനിറ്റേ ഉള്ളൂ ബസ്സിന് ശരിക്കും. അപ്പം ഞങ്ങൾ അന്നത്തെ ആഴ്ച തൊട്ട് പള്ളിയിൽ അവിടെ പോയി. ഇപ്പം വൈഫ് അവിടെ വേദപാഠം, അവിടെ ഇപ്പം ഇടവകയുണ്ട്, യൂണിറ്റുകളുണ്ട്, വേദപാഠമുണ്ട്. ഇപ്പോൾ വൈഫ് വേദപാഠം പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ കൊയറിലുണ്ട്. അങ്ങനെ ഒത്തിരി അനുഗ്രഹം. ആത്മീയമായിട്ടാണെന്ന് പറഞ്ഞാലും നാട്ടിലെ പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ദൈവം ക്രമീകരിച്ചു.